പശ്ചിമേഷ്യ കത്തുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അത്ഭുതപൂർവമായ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് പ്രവാസികൾ അടക്കമുള്ളവർ. ഇറാൻ തലസ്ഥാനത്ത് നടന്ന ആക്രമണങ്ങളും അതിനു പിന്നാലെ ഇസ്രായേലിന് നേരെ ഉണ്ടായ മിസൈൽ വർഷവും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. വ്യോമാതിർത്തികൾ അടയ്ക്കുന്നതും വിമാന സർവീസുകൾ റദ്ദാക്കുന്നതും ജനജീവിതത്തെയും അന്താരാഷ്ട്ര യാത്രകളെയും എല്ലാം ഒരുപോലെ ബാധിക്കുന്നുണ്ട്. സൈറണുകൾ മുഴങ്ങുന്ന നഗരങ്ങളും സുരക്ഷിത താവളങ്ങളിലേക്ക് മാറുന്ന ഭരണാധികാരികളും ഒരു വൻ യുദ്ധത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. വൻ ശക്തികളുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ പ്രവാസി സമൂഹം വലിയ ആശങ്കയിലാണ്. വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയായി UAE വ്യോമപാത താൽക്കാലികമായി അടച്ചു. ഖത്തറിലെ ജനങ്ങളോട് ഷെൽട്ടറിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ട് മൊബൈൽ ഫോണുകളിൽ മുന്നറിയിപ്പ് സന്ദേശം എത്തി. കുവൈറ്റിൽ സൈറണുകൾ മുഴങ്ങുകയും വിവിധയിടങ്ങളിൽ സ്ഫോടനവും നടക്കുകയും ചെയ്തു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യപൂർവ്വ ദേശത്തേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കുന്നുവെന്ന് എയർ ഇന്ത്യയും അറിയിച്ചു. UAEയിലെ അബുദാബിയിലും ബഹ്റിനിലും ഖത്തറിലും US സൈനിക താവളങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇതിനോടനുബന്ധിച്ച് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടു കഴിഞ്ഞു. വിസേർ, ഇസ്രായേൽ, UAE അതായത് ദുബായ്, അബുദാബി, ജോർദാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും മാർച്ച് 7 വരെ അടിയന്തരമായി നിർത്തിവെച്ചതായി വിവരം പുറത്തു വരുന്നുണ്ട്. ആണവ ചർച്ചകളെ ചൊല്ലി സംഘർഷം രൂക്ഷമായിരിക്കെ US സഹായത്തോടെ ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതാണ് എല്ലാത്തിന്റെയും തുടക്കം. ആക്രമണത്തിന് പിന്നാലെ ഇറാനും തിരിച്ചടിച്ചു.